അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ പിടികൂടാൻ കുങ്കിയാനകളെ എത്തിക്കും. വിക്രം, സുരേന്ദ്രൻ എന്നീ ആനകളെയാണ് എത്തിക്കുക. ഡോക്ടർ അരുൺ സക്കറി അടങ്ങുന്ന സംഘവും നാളെ അതിരപ്പള്ളിയിലെത്തും. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, ഈ ആന നിലവിൽ എവിടെയാണുള്ളത് എന്ന് വനം വകുപ്പിന് അറിവുള്ളതാണോ? ഹാഷ്മി, ഈ ആന എവിടെയാണ് എന്നത് കൃത്യമായി വനംവകുപ്പ് ട്രേസ് ചെയ്തിരിക്കുന്നു. ഇന്നലെ വനംവകുപ്പ് പറഞ്ഞത് ഉൾക്കാട്ടിലാണ് എന്നൊരു വാദമായിരുന്നു വനംവകുപ്പ് ഉയർത്തിയത്. പക്ഷേ ഇന്ന് നമ്മൾ തന്നെ ആനയുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ, ആന വെറ്റിലപ്പാറ 14 ഇറങ്ങിയതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഈ ദൃശ്യങ്ങൾ കണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനക്കരികിലേക്ക് എത്തുന്നതും പിന്നീട് ആനയെ കൃത്യമായി ട്രേസ് ചെയ്യുകയും ചെയ്തു. എനിക്ക് പിന്നിൽ കാലടി പ്ലാന്റേഷൻ്റെ 2ാം ബ്ലോക്കിലാണ് നിലവിൽ ആനയുള്ളത്. അവിടെ ഒരു തുരുത്തുണ്ട്, ഇതിനൊക്കെ കുറച്ച് മാറി ഒരു തുരുത്തുണ്ട് ചാലക്കുടി പുഴയോട് ചേർന്ന്. ഈ തുരുത്തിലാണ് ആന നിലവിലുള്ളത്. ഈ ആനയ്ക്ക് സമീപത്ത് തന്നെ വനംവകുപ്പിന്റെ നിരീക്ഷണ സംഘം അടക്കമുണ്ട്. കാശ്മീർ, ഈ ആനയുടെ ദുരവസ്ഥ 24 പുറത്തുവിട്ടതിന് പിന്നാലെ ഇപ്പോൾ അതിൽ ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ആനയ്ക്ക് ചികിത്സ ഉറപ്പാക്കുന്നതിന് 20 അംഗ സംഘം അതിരപ്പള്ളിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തുന്നത്. കുങ്കിയാനകളായിട്ടുള്ള വിക്രം അടക്കം കോന്നി സുരേന്ദ്രൻ അടക്കം ഇങ്ങോട്ട് എത്തുന്നു. അങ്ങനെ എത്തി ഈ 2 കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി ഈ ആനയ്ക്ക് ചികിത്സ ഉറപ്പാക്കാനുള്ള ഒരു നീക്കമാണ് വനംവകുപ്പ് നടത്തുന്നത്. അതായത് ഈ ആനയെ, പരിക്കേറ്റ ആനയെ മയക്കുവെടി വയ്ക്കും. മയക്കുവെടി വെച്ച ശേഷം ഈ കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി ഇതിന് ചികിത്സ ഉറപ്പാക്കി പിന്നീട് കാട്ടിലേക്ക് വിട്ടയക്കാനുള്ള ഒരു ദൗത്യമാണ് ഏറ്റെടുക്കുന്നത്. നാളെ വൈകുന്നേരത്തോടു കൂടി തന്നെ ദൗത്യ സംഘം അതിരപ്പള്ളിയിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ മറ്റന്നാളോടുകൂടി തന്നെ ദൗത്യം ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ഹാഷ്മി, സൂരജ്, ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഒടുവിൽ ചിത്രങ്ങൾ കാണുമ്പോൾ ആ മുറിവിൽ കൂടി പഴുപ്പ് പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അത് എന്തോ ഒരു ഗുരുതരാവസ്ഥയിലുണ്ട്. ആന വലിയ വേദന അനുഭവിക്കുന്നതിൻ്റെ ചേഷ്ടകൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്ലാൻ, ഇപ്പോൾ കുങ്കിയാനകളെ ഉപയോഗിച്ചാണെങ്കിലും ഈ ആനയെ പിടികൂടി മരുന്ന് കൊടുക്കുക എന്നതിനൊരു പ്ലാൻ ഡോക്ടർ അരുൺ സക്രിയുടെ പക്കലുണ്ടോ സൂരജ്? തീർച്ചയായും ഹാഷ്മി, ഈ ആനയുടെ ദുരവസ്ഥ സംബന്ധിച്ച് ഈ വെറ്റിനറി ഡോക്ടർ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ആനയുടെ മസ്തകത്തിൽ ഒരു മുറിവുണ്ട്. ആ മുറിവ് എങ്ങനെ ഉണ്ടായി എന്നത് കണ്ടെത്തണമെന്നുള്ളതാണ് ആദ്യത്തെ ആവശ്യം. അതായത് ഈ ആനയുടെ അടുത്ത് കുങ്കിയാനയെ ഉപയോഗിച്ചുകൊണ്ട് ഈ മയക്കിയതിന് ശേഷം ഈ ആനക്കരികിലേക്ക് ഈ ഡോക്ടർ എത്തുന്നത് ഈ കുങ്കിയാനയുടെ പുറത്തായിരിക്കും. കാരണം ഈ ഉയരത്തിലെത്തി വേണം ചികിത്സ നൽകണമെങ്കിൽ. ഇതിൻ്റെ മസ്തിഷ്കത്തിലെ ഈ മുൻഭാഗത്ത് വരുന്ന എയർ സെൽസ് ആണ്. ഈ എയർ സെൽസിന് അണുബാധ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പഴുപ്പടക്കം കഴിഞ്ഞ ദിവസം വരുന്ന ദൃശ്യത്തിൽ, നമ്മൾ പുറത്തുവിട്ട ദൃശ്യത്തിൽ ഈ പഴുപ്പ് ഒലിച്ചിറങ്ങുന്ന അടക്കം ആ ദൃശ്യത്തിൽ വ്യക്തമായി മനസ്സിലാക്കുന്ന കാര്യമായിരുന്നു. അത് ഈ ആനയുടെ ഈ സെൽസിലുണ്ടായ, അല്ലെങ്കിൽ ഈ പറഞ്ഞ എയർ സെൽസിലുണ്ടായ അണുബാധയാണ് ഇത്തരത്തിൽ ഈ പഴുപ്പ് ഒലിച്ചിറങ്ങാൻ ഇടയാക്കിയതെന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആനയെ മയക്കിയതിന് ശേഷം ഈ മയക്കി ആനയെ സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നിർത്തുന്നു. എന്നിട്ട് കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി ആനയ്ക്കരികിലെത്തി ഈ കുങ്കിയാനകളുടെ മുകളിൽ ഇരുന്നു കൊണ്ട് ഡോക്ടർ ഈ ആനയെ പരിശോധിക്കും. അത് ഏതെങ്കിലും തരത്തിലുള്ള മെറ്റൽ അംശം ഈ ആനയുടെ ഈ മസ്തകത്തിനകത്തുണ്ടോ എന്ന് പരിശോധിക്കാൻ മെറ്റൽ ഡിറ്റക്ടറിൻ്റെ അടക്കം സഹായം ഉപയോഗിക്കുമെന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ഈ മുറിവിൽ നിന്ന് ഈ പഴുപ്പടക്കം എടുത്തതിന് ശേഷം മരുന്ന് വയ്ക്കുക, ആൻറ്റിബയോട്ടിക് കൊടുത്ത് ആനയെ പിന്നീട് കാട്ടിലേക്ക് വിടുക എന്നുള്ളതാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ അടുത്തെത്തി പരിശോധിച്ചാൽ മാത്രമാണ് ആനയുടെ സ്ഥിതി സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും ആനയെ ചികിത്സിക്കണമെങ്കിൽ പോലും അതിന് പറ്റിയ ഒരു പ്രതലത്തിലേക്ക് എത്തണം. ആന നിൽക്കുന്നത് ഇപ്പോൾ ഒരു തുരുത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒത്തുവരുന്ന ഒരു സ്ഥലത്തെത്തുമ്പോൾ മാത്രമായിരിക്കും ദൗത്യം നടത്താൻ കഴിയുക. ഹാഷ്മി, ഓക്കെ, സൂരജ് വാർത്തയുടെ വിവരങ്ങൾ നൽകി. നമ്മൾ കാട്ടാന ആക്രമണങ്ങളിൽ നമുക്ക് വലിയ വേദനയും ദേഷ്യമൊക്കെ ഉണ്ടാവുമെങ്കിലും ഇവിടെ ഒരു കാട്ടാന അതിൻ്റെ മസ്തകത്തിലേറ്റവും മുറിവുമായി വേദനിച്ച് നടക്കുക എന്ന് പറയുന്നത് സങ്കടമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനെന്താണോ ചികിത്സ വേണ്ടത് നൽകാൻ കഴിയട്ടെ ഡോക്ടർ അരുൺ സക്രിക്കും ടീമിനും.